പൊക്കണം ശരിക്കും പൊക്കണോട്ടോ. വാറങ്കൽ തന്നെ വാറങ്കലിനോട് ഉണ്ടാക്കി വാറങ്കലിനെ എൻ്റെ വണ്ടി നശിപ്പിച്ചു കേട്ടോ. വാറങ്കൽ ചെന്നൈ. ഗുഡ് മോർണിംഗ് കൊച്ചി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:25 നമ്മളുടെ സെൻട്രൽ ഇന്ത്യൻ യാത്ര തുടങ്ങുകയാണ്. സെൻട്രൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡും അതുപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇന്ത്യയുടെ മധ്യഭാഗത്ത് വരുന്ന ഒരു 3 സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തു നേരെ വണ്ടി തെലുങ്കാനയിലെ വാറങ്കലിലേക്ക് നമ്മൾ ട്രെയിൻ മാർഗം കയറ്റി വിടുക, പാർസലായിരിക്കും. അതിനുശേഷം റോഡ് മാർഗം തെലുങ്കാനയിൽ നിന്ന് റോഡ് മാർഗമാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ ബിജാപൂർ വഴി നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് 4:20 ട്രെയിൻ. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ പാർസൽ ഓഫീസ്. എനിക്ക് എൻ്റെ ഒരു 2 വീലർ പാർസൽ അയക്കണ്ടായിരുന്നു. ഇവിടേക്ക് വാറങ്കലിലേക്ക് ഇന്ന് വൈകിട്ട് 4:10 ഒരു കേരള എക്സ്പ്രസ്സില്ലേ, അതിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടുണ്ട്. 5 മിനിറ്റ് സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനാണ്. ഞാനത് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടിക്കറ്റിനോട് ലഗേജ് ആയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം. ഇതോ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ കൂടെ ലഗേജ് ആയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം. പക്ഷെ അവിടെ ഇറങ്ങി കിട്ടണമെങ്കിൽ അവിടെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല. ഇറങ്ങാൻ പാടായിരിക്കും. അപ്പം എന്നാ ചെയ്യും? ഞാൻ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിക്ക് പോകും. ഡൽഹിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരും. അല്ല വേറെ സ്റ്റോപ്പ് ഉണ്ടോ 5 മിനിറ്റുള്ള? അവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. സാധാരണ പാർസൽ ബുക്ക് ചെയ്യാൻ 5 മിനിറ്റ് വേണം. ലഗേജ് ബുക്ക് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് വേണ്ട. പക്ഷേ ലോഡ് ചെയ്യുന്ന സ്പേസ് 23 ടണ്ണിൻ്റെ വലിയൊരു വാഗണാണ്. ശരി. അതിനകത്ത് വഴിയിൽ നിന്നൊക്കെ ഒരുപാട് ലോഡ് വരും. നമ്മുടെ ബൈക്കുള്ളിലാവും. അവിടെ ചെല്ലുമ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടാവും. അതെ. 2 മിനിറ്റ് കൊണ്ട് വലിയ വണ്ടിയല്ലേ? ബുള്ളറ്റാണ്. 2 മിനിറ്റ് കൊണ്ടൊരു ബൈക്ക് ഇറക്കി പോകാന്ന് പറഞ്ഞാൽ വഴിയിലെല്ലാം ചാക്കായിരിക്കും അടിച്ചേക്കുന്നത്. കൂടി കൂടെ കൊണ്ടുവന്ന് ഇറക്കാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 2 മിനിറ്റ്. അപ്പോൾ എന്താണ് അടുത്ത ഏതായിരിക്കും സ്റ്റോപ്പുള്ള? വേറെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള 5 മിനിറ്റ് സ്റ്റോപ്പുള്ള വണ്ടി ഇതുണ്ടോ? കേരളയ്ക്ക് പാടാം. കാര്യം ആലുവ, തൃശ്ശൂർ എല്ലാം സ്പൈസസ് അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനുള്ള ഡൽഹിക്കാണ് ബുക്ക് ചെയ്ത് പോകുന്നത്. അവിടുത്തെ എക്സ്പോർട്ട് ചെയ്ത് പോകാനും അങ്ങനെ ഇതിലേക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് കയറ്റുന്ന സാധനങ്ങൾ രണ്ടിലായിരിക്കും ഇറക്കും. കിട്ടുവാണെങ്കിൽ അതല്ലെങ്കിൽ ഈ 2 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. അതാണ് ഒരു വിഷയം. അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് അവർ അവിടെ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ട്രെയിനിൽ വാറങ്കലിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ കുറേ സമയം സാധാരണ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അതല്ലേ? ഡൽഹി കേരള എക്സ്പ്രസ്സിനുള്ള പ്രശ്നം അതാണ്. കാര്യം എല്ലാം ഡൽഹിക്കുള്ള സാധനങ്ങളായിരിക്കും. വേറെ വണ്ടി അപ്പോൾ കഴിഞ്ഞാൽ ഓഫായി. മഴ വരാച്ച നമുക്ക് അല്ലെങ്കിൽ നടത്താനും മതി.
ചേട്ടന്മാർ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇവന് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ടിക്കറ്റ് എറണാകുളം ടു വിജയവാഡയാണ് കൊടുത്തത്, സോറി എറണാകുളം ടു വാറങ്കലാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അതിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് മാറിപ്പോയി. ബോർഡിംഗ് പോയിൻ്റ് വിജയവാഡയിൽ നിന്ന് വാറങ്കലിലേക്കായിപ്പോയി. അതായത് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ള രീതിയിലായിപ്പോയി. 3 മണിക്കൂറോ മറ്റേ ഉള്ളൂ വിജയവാഡയിൽ നിന്ന് വാറങ്കലിലേക്ക്. അപ്പോൾ എനിക്ക് സ്ലീപ്പറിൽ ഇനി യാത്ര ചെയ്യണമെങ്കിൽ വിജയവാഡയിൽ നിന്ന് വാറങ്കൽ വരെ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത് ലോക്കൽ ടിക്കറ്റ് എടുത്ത് ആണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വേണം യാത്ര ചെയ്യാൻ. ഇതിനകത്ത് ജനറലിൽ ഇരുന്ന് വേണം പോകാൻ. പാസൽവാനാണിത്. അതിനകത്താണ് വണ്ടി കയറ്റി വെക്കുക. നല്ല ടൈറ്റ് തിരക്കാം. വണ്ടി കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ടിരിക്കാം. ശരിക്കും പൊക്കോട്ടോ. എനിക്ക് ഇവിടെ പിടിച്ചു. അയ്യോ ചേട്ടാ, ഇങ്ങോട്ട് വാതിക്കൽ വെക്കാൻ പറ്റും ചേട്ടാ. ഇത് വാറങ്കൽ ഇറക്കാനുള്ള. ആ നല്ല തിരക്ക്. അടിപൊളി. ഇവിടെ എന്നെക്കാരും നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി കഴിഞ്ഞു. സമയം ഇപ്പോൾ 5:47 ഏകദേശം ഒരു 11:10 ആകുമ്പോൾ നമുക്ക് വിജയവാഡ എത്തുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക്. ഏത് സൈഡിലാണ് പ്ലാറ്റ്ഫോം? അപ്പുറത്ത് തന്നെ ആയിരിക്കണം. അപ്പുറത്താണ് വണ്ടി വെച്ചേക്കുന്നത്. എങ്ങനെയും ഒന്ന് ഇറങ്ങി കിട്ടണം. വണ്ടി ഇറക്കിയാലും മതി. 10 മിനിറ്റ് സമയമുണ്ട് ഇവിടെ. വാറങ്കലിൽ 10 മിനിറ്റ് സമയമില്ല, 2 മിനിറ്റ് ഉള്ളൂ സമയം വാറങ്കലിൽ. അങ്ങനെ വിജയവാഡ എത്തി. പത്ത് മിനിറ്റ് സമയം നമ്മുടെ മുമ്പിലുണ്ട്. അമ്മേ, പാസൽ 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 പാസൽ. ഇത് ഇറക്കാനും പറ്റുമല്ലോ. നമുക്കാരും ഡൽഹി പോകും. നോ ഐഡിയ. പറഞ്ഞിട്ടുണ്ട്. ആ 10 മിനിറ്റ് കൊണ്ട് ഊരി പോകാൻ പറ്റുമോ? എവിടെയോ വെച്ചേക്കണം. ചെണ്ടടാവുക. ഇത് എന്നാ ഇത്?
ऐसा गाड़ी नहीं दिखाई दे रहा है ना, बुलेट है, रॉयल एनफील्ड है, बाइक बाइक है। उसको पैकेज क्यों डराया ऊपर उतना, हाँ उसके ऊपर पैकेज उतना क्यों डरा दिया, गाड़ी नहीं दिखाई दे रहा ना आपका। എടുക്കാൻ പറ്റത്തില്ല. വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ്. സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. ഭയങ്കര ഹൈറ്റാണ്, കിട്ടാൻ വഴിയില്ല. അത് ഡൽഹിയിലേ തട്ടുള്ളൂ. കിട്ടാൻ ഒരു സാധ്യതയില്ല. വാറങ്കൽ വാറങ്കലേ വാറങ്കലേ അയ്യോ എന്നാ പറഞ്ഞോട്ട് പറയുന്നുണ്ടോ അതല്ലേ ए साइड में गाड़ी है, ए साइड हाँ इधर है. कैसा है देख लो, अब एक बार देख लो पोजीशन उसका। ओपन गाड़ी है मगर वो भोपाल का गाड़ी है, ശരി. पूरा डंपिंग पोजीशन अलग है इधर। उधर ना दो रे बच्चा को पकड़ो नहीं, बच्चा को जाएगा, बच्चा को पकड़ो. നമുക്ക് വാറങ്കലിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. വാറങ്കലിൽ ഏകദേശം 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് കിട്ടാൻ സാധ്യതയില്ല. വിജയവാഡയിൽ നിന്ന് വിട്ടതിന് ശേഷം ഞാൻ അപ്പം വിജയവാഡയിൽ നിന്ന് വണ്ടി കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല. കാര്യം വെച്ചാൽ ഇനി വണ്ടി കിട്ടുന്നിടത്തുനിന്ന് യാത്ര വേണം, അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാറങ്കലിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ തന്നെയാണുള്ളത്. ഇവിടെ ഒരു ലേക്ക് വ്യൂ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ യാത്ര മുന്നോട്ട് പോകാത്തതുകൊണ്ട് ഇനി എവിടെ ചെന്ന് വണ്ടി കിട്ടുന്നു അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. സമയം 7:20. 10-51 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇനി പാഴ്സലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ കിട്ടുമോ, ഇപ്പോൾ കിട്ടുമോ, നോ ഐഡിയ. ഇനി നമ്മുടെ വണ്ടി ഇവിടുന്ന് തപ്പിപ്പിടിച്ചെടുക്കണം. എന്തൊക്കെയോ പെറുക്കി ഇടുന്നുണ്ട്. വണ്ടി കിട്ടുമോ എന്തുവാ, വണ്ടിയായിട്ട് തന്നെ കിട്ടിയാൽ മതി. ഇവിടെ അല്ല, അപ്പുറത്താണ്. हाँ बाइक है. हाँ एर्नाकुलम. आप काम करते हैं यहीं पे पार्सल वाले. हाँ पार्सल वाला. हो ये पार्सल ऑफिस किधर है भैया? 16 नंबर पे. 16 नंबर. ओ इधर जाए. सारा काम करवा के पेट्रोल पंप तक ड्रॉप कर देंगे आपको. पेट्रोल पंप में अभी अनलोडिंग करेंगे. हाँ ये मेरा गाड़ी है साइड में. आज नो प्रॉब्लम ब्रो. हाँ अभी मिलेगा ये गाड़ी? अभी मिलेगा अभी. हाँ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ലോഡിൻ്റെ ഇടയ്ക്ക് വന്ന് എങ്ങനെയാണ് ഞാൻ വിജയവാഡയിൽ നിന്നും വാറങ്കലിൽ വണ്ടി ഇറക്കുന്നത്? അയ്യോ അവിടെ എങ്ങാനും ഇതുപോലെ ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഒന്നും ഇറക്കിയാലും തീരുവല്ലായിരുന്നു. രണ്ട് ദിവസമായിട്ട് 2 ഏത്തപ്പഴവും 6 കുപ്പി വെള്ളത്തിൽ നിൽക്കുന്ന
ഇത് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പോലും ഒരു 2 മണിക്കൂർ എടുക്കും. മൊത്തം കച്ചറയാണ്. चाहिए क्या क्या टाइम लगेगा. गाड़ी के ऊपर ना लगेज है. आप स्लिप दिखाओ एक बार. हैं? स्लीप नहीं है. उतारो. हाँ एकदम अंदर. ഞാൻ എന്തൊക്കെയോ പൊടിയുന്ന സാധനങ്ങളൊക്കെയാ. പക്ഷെ എന്തൊരു പാടാ നോക്കണേ. എൻ്റെ ഡാവുകയെ ആ വണ്ടി കിടക്കുന്ന കിടപ്പുണ്ട്. പക്ഷെ എന്ത് പാടാ നോക്കണേ. അതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഓടിച്ചു. ഗാഡിയെ അതെന്നാ കാണിച്ചിട്ടേക്കോ വണ്ട. ആ നിക്കാലോ നിക്കാലോ നിക്കാലോ. ആ ആ പക്ഷെ എൻ്റെ പൊന്നെ ആ വണ്ടി നശിപ്പിച്ചു. हमारे इंजन डिटाच ചെയ്ത് കൊണ്ടായില്ല. ഒരു ഹിമാലയം വരുന്ന വരോ. അത് നശിപ്പിച്ചു. ഇങ്ങനെയാണ് എന്തിനാണ് റെയിൽവേ ഈ വണ്ടി പാർസൽ എടുക്കുന്നത്? ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടുവരാനായിട്ടാണെങ്കിൽ അവർക്ക് 10,000-2,000 രൂപ കിട്ടും. ഇതിൻ്റെ ഓണേഴ്സിന് 10,000-30,000 രൂപ നഷ്ടമാണ്. नहीं है ये दूसरा गाड़ी है. और कौन सा गाड़ी है? अंदर है. और कहाँ गाड़ी है अंदर? और नहीं अंदर. ये गाड़ी है. वो वारंगल की है. नहीं ये वारंगल से नहीं. मेरे वारंगल ने उड़ा वारंगल नहीं എൻ്റെ വണ്ടി നശിപ്പിച്ചു. क्या ये वारंगल से नहीं है. वारंगल से नहीं है. सामान मொத்தം ഓടിച്ചു കളഞ്ഞു. वारंगल है ये. अनलोड करो. मैं रोड में जाएगा. ये यारन से वारंगल है. ओके मैं रोड में जाएगा. अनलोड करो. रसीद दिखाओ पहले सर को. रसीद दिखाओ. इसकी पहले उतारवा रहे. रसीद ये सामान पूरा नശിപ്പിച്ചു കളഞ്ഞു. रसीद दिखाओ सर. क्या चाहिए सर? इसकी रसीद दिखाओ. रसीद दिखाओ. हैं? बिल्टी दी होगी ना जो आपको रेल ने. हैं? बिल्टी. हाँ बिल्टी मेरे पास है. दिखाओ. बिल्टी दिखाओ. हाँ हाँ मैं शो निकालो. ഇതേത് സാധനം ഇത്? വേറെ ഏതോ വണ്ടിയാ. निकालो बिल्टी दे दो. बिल्टी. हाँ मैं मेरे पास है. नहीं फिर ये उतरेगी तब ना. नहीं तो ये इसी में जाने इसी में वारंगल और किसी ट्रेन में जाती नहीं. मैं बोलेगा ये सामान पूरा रिसीव नहीं हो जाएगा आपको. हाँ मैम बोले मैं ओनर है. रिसीव नहीं होगी यहाँ से. यहाँ की बिल्टी ये मेरा गाड़ी है. आपकी गाड़ी है. आपकी यहाँ रिसीव नहीं होगी. मेरा पास है. आपको नहीं मिलेगी ये सर. ये मिलेगी आपको वारंगल से ही. ये पीछे से लोडिंग इतनी हो रही है इसमें. ओके भैया अभी निकालो. चल भाई. कितना एक्स्ट्रा पेमेंट आई विल पे यू. पेमेंट का नहीं. गेट पास आपका वहीं से बनेगा. CPST से वहाँ बात करना. निकाल दो भाई. निकाल दो. करना पड़ेगा सर. बात करना पड़ेगा हेडक्वार्टर में. निकालिए. हाँ आगे ले लो थोड़ी सी. हेडक्वार्टर में बात करना पड़ेगा सर. ये पीछे से इतनी बैक हो गया गाड़ी. पीछे से आगे भारी गाड़ी. तो इधर इधर खसकाई नहीं. ഈ സാധനം മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. എൻ്റെ വണ്ടി കളഞ്ഞു. जाने दे भाई. ऊपर ഇങ്ങനെയൊക്കെ വണ്ടി എടുക്കാനാണ് റെയിൽവേ.
भैया भैया हेल्प करो എന്തിനിങ്ങനെ റെയിൽവേ വണ്ടി എടുക്കുന്നത് നാശിപ്പിച്ച് കളയാൻ വേണ്ടി സാമാൻ ചെയ്യും ഇനി ഇവരോട് കൊണ്ട് റിട്ടേൺ കൂടെ അടിക്കണമെങ്കിൽ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി ഞാൻ അങ്ങനെ കൊണ്ടുവന്ന വണ്ടിയത് ഓടിച്ച് തൂക്കി നശിപ്പിച്ച് ഇതുണ്ട് ഇതൊക്കെ മൊത്തം പൊളിച്ച് കൂച്ചിനായി ഇനി എന്നാ പറ്റാനായി ആ ഇതെല്ലാം ഓടിച്ച് കുറച്ച് കളഞ്ഞിട്ടുണ്ട് പൂരാ ഡാമേജ് वेरी पार्सल ऑफिस आ जाओ मेरे साथ पार्सल पूरा सामान हो गया चाहिए मोतम पोई लगेज हाँ मेरा ले लो उसको ले लो चलो आएगा मेरा गाड़ी वारंगल डिलीवर है हाँ वारंगल गए हाँ वो गाड़ी है अभी दिल्ली है हाँ अभी आएगा ये केरला हाँ now Kerala Express है I need don't turn back to Warangal this गाड़ी I need to go by road हाँ return by road don't send back to Warangal by train पूरा हो गया इसके पीछे नाम है लोकल टी नो स्पेशल लोकल टी हाँ लोकल ओके ओके दे दो एक दे दो ₹10 उसका नहीं है कितना ₹10 ഡൽഹിയിൽ വണ്ടി കിട്ടിയിട്ടില്ല ഡൽഹിയിൽ വണ്ടി ഇറക്കി വെച്ചു പക്ഷേ ഡെലിവറി ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ വാറങ്കലിൽ വണ്ടി പാർസൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ വാറങ്കലിലേക്ക് വണ്ടി കയറ്റി വരും അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വണ്ടി ഡെലിവറി മേടിക്കാൻ വേണ്ടിയുള്ളൊരു വഴി നോക്കുക ഇപ്പോൾ സമയം എത്രയായി 11:30 ഉണ്ടായി 11:10 ഉണ്ടായി ഇതിൻ്റെ ഒരു സീനിയറായിട്ടുള്ള ആളുണ്ട് ആളും കൂടെ ഒന്ന് കണ്ടു നോക്കണം അവിടുന്ന് റൈറ്റ് मेन बाजार वाला है क्या देखो ചിത്രഗുപ്ത റോഡ് ഹോട്ടൽ തപ്പാനുള്ള വഴിയാണ് കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഏതായാലും ഗുണമായി ട്രാഫിക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ട്രാഫിക് ഇല്ലാത്ത വഴി കൂടെ പോവുക ഏത് വഴിയുണ്ട്
Sirat. ओके हाँ सही है खाना पीना कुछ चाहिए तो बता दीजिएगा। हाँ कौन सा फ्लोर? 2 रूम है, आपको मैं 2 दिखा रहा हूँ, एक सेकंड एक फर्स्ट मिल जाएगा। रूम सर्विस रूम में है। ഓ ഫൈനലി ഒരു റൂം കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല, നേരത്തെ എടുത്തതാണ്. ബാത്റൂം അങ്ങോട്ട് നോക്കട്ടെ. ബാത്റൂമാണ് ഏറ്റവും വലിയ വിഷയം. വലിയ കുഴപ്പമില്ല. ഹൗ ഇന്നൊരു ഉറക്കം ഇവിടെ ആകാം. സമയം 12:04. നമ്മളിപ്പം സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഇവിടെ നമ്മൾ ഇറങ്ങി ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് പോവുക. ഇതൊരു വാക്ക് വേ ആണ്. വാക്ക് വേ എന്നല്ല, ഒരു 2 കെട്ടിടങ്ങൾക്കിടയിലുള്ളൊരു ചെറിയൊരു വഴി. ഒരിടത്ത് എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ എന്നുള്ളത് നോക്കണം. ഇവിടെ വെജിറ്റേറിയൻ്റെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? क्या भैया? सोया चाप, पनीर टिक्का, सोया चाप। अच्छा ये क्या है? पनीर है? पनीर है, पनीर। पनीर हाँ, तो बड़ा पीस है ना? चाहिए तो मेनू क्या है? मुश्किल नहीं। ओके ठीक है। पनीर बटर रोटी। അവര് കാര്യം പറയാൻ പെട്ടെന്ന് പോയി. ഇതാണ് ഇവിടുത്തെ തന്തൂരി റൊട്ടി, പനീർ ബട്ടർ മസാല, സവാള, ഐസ്ക്രീം. തിരിച്ച് റൂമിലോട്ട് നടക്കുകയാണ്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.